ഗൾഫ് രാജ്യങ്ങൾക്കുമേൽ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങളിൽ കയ്യും കെട്ടി നോക്കി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അന്താരാഷ്ട്ര നിയമാനുസൃതമായി തന്നെ സ്വയം പ്രതിരോധിക്കാൻ ഗൾഫ് രാജ്യങ്ങൾക്ക് ഇവിടെ അവകാശമുണ്ട്. എന്നാൽ സമാധാനമായിട്ട് മുന്നോട്ട് പോകാനുള്ള വഴികളാണ് തിരയുന്നത്. എന്നാൽ അതിന് തയ്യാറാകാത്തതിൽ പക്ഷം ഇറാൻ ഇപ്പോൾ GCC രാജ്യങ്ങൾക്ക് മേൽ വലിയ രീതിയിലുള്ള അതിഭയാനകമായ ആക്രമണങ്ങളാണ് അഴിച്ചുവിടുന്നത്. GCC സെക്രട്ടറി ജനറൽ ജാസി മുഹമ്മദ് അൽ ഉബൈദിയാകട്ടെ റിയാദിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയ ചില നിലപാടുകൾ ഇവിടെ എടുത്തു പറയേണ്ടതാണ്. ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രകോപനങ്ങളോട് GCC രാജ്യങ്ങൾ സംയമനം പാലിക്കണം എന്നതും മേഖലയുടെ സുരക്ഷ മുൻനിർത്തിക്കൊണ്ട് ഇറാനെതിരായ സൈനിക നീക്കങ്ങളിൽ പങ്കാളികളല്ല എന്നും അദ്ദേഹം ഇവിടെ തുറന്ന് വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഗൾഫ് മേഖലയിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തിയ ഗൾഫ് സഹകരണ കൗൺസിൽ ആകട്ടെ സമാധാനത്തിന് മുൻഗണന നൽകുന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന പ്രഖ്യാപനമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. എന്നാൽ ഗൾഫ് രാജ്യങ്ങൾ പുലർത്തുന്ന ഈ സംയമനം വഞ്ചിക്കുന്ന രീതിയിലുള്ള നിലപാടാണ് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്നും അദ്ദേഹം ഇവിടെ വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ 25 ദിവസത്തിനിടെ ഇറാൻ തൊടുത്തുവിട്ട മിസൈലുകളുടെയും ഡ്രോണുകളുടെയും 85% ലക്ഷ്യം വെച്ചത് ഗൾഫ് രാജ്യങ്ങളെയാണ്. 5000 ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളായിരുന്നു ഇവിടെ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഉണ്ടായിരിക്കുന്നതും. അതേസമയം ഇറാനെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾക്കായി തന്നെ GCC രാജ്യങ്ങളുടെ മണ്ണോ അല്ലെങ്കിൽ ആ ഒരു ആകാശമോ ഉപയോഗിക്കാൻ അനുവദിക്കില്ല എന്ന നയതന്ത്രപരമായ നിലപാടായിരുന്നു ഗൾഫ് രാഷ്ട്രങ്ങൾ ഓരോരുത്തരായി തന്നെ സ്വീകരിച്ചത്. അതേപോലെ തന്നെ യുദ്ധത്തിന് പകരം അവിടെ ചർച്ചയിലൂടെ പ്രശ്നപരിഹാരം കണ്ടെത്തണമെന്നതായിരുന്നു GCCയുടെ പക്ഷം അവിടെ എടുത്തു പറഞ്ഞ നിലപാട്. യുദ്ധം വ്യാപിപ്പിക്കുവാനും അതുപോലെ തന്നെ ഇറാൻ അവിടെ വിവേകപൂർവ്വം ചിന്തിക്കുവാനുമായി തന്നെ ഗൾഫ് രാജ്യങ്ങൾ അതീവ സംയമനം പാലിക്കുകയാണ്. അതേപോലെ തന്നെ സമാധാനപരമായ നയതന്ത്ര പരിഹാരത്തിന് തങ്ങൾ മുൻഗണന നൽകുന്നുണ്ട്. എങ്കിൽ പോലും അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് അനുസൃതമായി സ്വയം അവിടെ പ്രതിരോധിക്കാൻ ഗൾഫ് രാജ്യങ്ങൾക്ക് അവകാശമുണ്ട് എന്നതായിരുന്നു ഓർമ്മപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. മുൻകാലങ്ങളിലായി തന്നെ സായുധ സംഘങ്ങളെ ഉപയോഗിച്ചായിരുന്നു ആക്രമണമെങ്കിൽ പോലും ഇപ്പോൾ GCC രാജ്യങ്ങളെ നേരിട്ട് ലക്ഷ്യം വെക്കുന്ന രീതിയിലേക്ക് ഇറാൻ മാറി വരികയാണ്. വിക്ഷേപിച്ചതിൽ ഭൂരിഭാഗവും പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തുവെങ്കിലും ചിലത് ജനവാസ മേഖലയിൽ പതിച്ച് സിവിലിയന്മാരുടെ മണ്ണിലും സ്വത്ത് നാശത്തിലും കാരണമാവുകയാണ് ഉണ്ടായത്. വിമാനത്താവളങ്ങൾ, ഊർജ്ജ നിലയങ്ങൾ, നയതന്ത്ര കാര്യാലയങ്ങൾ തുടങ്ങിയവയ്ക്ക് നേരെ ഉണ്ടായ ആക്രമണങ്ങൾക്ക് മേഖലയിലെ വ്യോമഗതാഗതത്തെയും സുരക്ഷയെയും സാരമായി തന്നെ ബാധിക്കുകയാണ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ലോകത്തിന്റെ സാമ്പത്തിക ശ്വാസകോശം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഗൾഫ് മേഖലയിലെ അസ്ഥിരത ആഗോളതലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും ഇവിടെ എടുത്തു ഒരു മുന്നറിയിപ്പായി തന്നെ അദ്ദേഹം പറയുകയാണ് ചെയ്യുന്നത്. ലോകത്തെ ആകെ എണ്ണ ഉൽപാദനത്തിന്റെ 22% കൈകാര്യം ചെയ്യുന്ന ഈ മേഖലയിലെ തടസ്സങ്ങൾ ആഗോള സമ്പദ് വ്യവസ്ഥയെ ബാധിക്കും. ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടാനുള്ള ഇറാന്റെ നീക്കം അന്താരാഷ്ട്ര സമുദ്ര നിയമങ്ങളുടെ ലംഘനമാണ്. അമേരിക്കൻ ഇസ്രായേൽ നീക്കങ്ങളിൽ നിന്ന് വിട്ടുനിന്നിട്ടും തങ്ങൾക്ക് നേരെ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾ അന്യായമാണ് എന്നും അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് അനുസൃതമായി തന്നെ സ്വയം പ്രതിരോധിക്കാൻ ഗൾഫ് രാജ്യങ്ങൾക്ക് അവകാശമുണ്ട് എന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മേഖലയിൽ സുസ്ഥിരമായ സുരക്ഷ ഉറപ്പാക്കാൻ ഭാവിയിൽ നടക്കുന്ന ഏതൊരു നയതന്ത്ര ചർച്ചകളിലും GCC രാജ്യങ്ങളുടെ പങ്കാളിത്തം അനിവാര്യമാണ് എന്നതാണ് അദ്ദേഹം ഇവിടെ അടിവരയിട്ട് സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.